മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴിക്കുള്ളിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി. ജയിൽ DIGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയേക്കും. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ 6 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തു. അതേസമയം പരാതിക്കാരി വിവാഹിതയെന്നറിഞ്ഞില്ല എന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദം. പഴുതടച്ച പോലീസ് നീക്കത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ 26/2026 നമ്പർ റിമാൻഡ് തടവുകാരനാണ്. അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ രാവിലെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. IG G പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ 5 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിച്ചില്ല. ഐഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ രാഹുൽ തയ്യാറായില്ല. സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്ന അന്വേഷണ സംഘത്തോട് വെല്ലുവിളി. ചോദ്യം ചെയ്യലിന് ശേഷം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച രാഹുലിന് നേരെ വലിയ പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ചും പോലീസ് വാഹനം വളഞ്ഞും DYFI യുവമോർച്ച പ്രവർത്തകർ. ഉച്ചയോടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തു. കോടതി വളപ്പിലും പിന്നീട് ജയിലിലേക്ക് എത്തിക്കുമ്പോഴും രാഹുലിന് നേരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. പരാതിക്കാരി വിവാഹിതയെന്ന് അറിഞ്ഞില്ലെന്നാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം. അതേസമയം ജയിൽ DIGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ജയിൽ മാറണമെന്ന് രാഹുലും ആവശ്യപ്പെട്ടെന്നാണ് സൂചന. ആദ്യ കേസിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒളിവിൽ പോയ രാഹുലിന് അറസ്റ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഏറെ പഴികേട്ട പോലീസ് ഇക്കുറി ജാഗ്രതയോടെയാണ് നീക്കം നടത്തിയത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.